കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി തുടരുന്നു. സർവകലാശാലയിൽ പ്രവേശിക്കരുത് എന്ന താൽക്കാലിക വിസിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അവധി അപേക്ഷ നൽകി. സസ്പെൻഷനിലുള്ളയാളുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്നാണ് വിസിയുടെ മറുപടി. അതേസമയം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ KS അനിൽകുമാറിനെതിരെ വൈസ് ചാൻസലർ കടുത്ത നടപടിയുമായി മുന്നോട്ട്. KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് കയറരുതെന്ന നിർദ്ദേശത്തിനു പിന്നാലെ രജിസ്ട്രാർ അവധി അപേക്ഷ നൽകി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ അവധി നൽകണമെന്നായിരുന്നു ആവശ്യം. പകരം ചുമതല പരീക്ഷാ കൺട്രോളറെയോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും KS അനിൽകുമാർ ശുപാർശ ചെയ്യുന്നു. ഇമെയിൽ വഴിയുള്ള അവധി അപേക്ഷയെ പരിഹസിച്ച് ചുമതല ഏറ്റെടുത്ത വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ മറുപടി നൽകി. സസ്പെൻഷനായ വ്യക്തിയുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്നായിരുന്നു വിസിയുടെ മറുപടി. സിസ തോമസിന്റെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഇന്നലെ അവസാനിച്ചിരുന്നു. സർവകലാശാല പ്രതിസന്ധിയിൽ നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാനാണ് SFI തീരുമാനം. യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടേക്ക് എരച്ചു കയറി ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത്? ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത്? എന്താണ് ഈ സമരാഭാസം? എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത്? കേരളത്തിൽ VD സതീശൻ RSSനെ ഭയപ്പെടുകയാണ്. RSSുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ RSSകാരുടെ നേതാക്കന്മാർ പുറത്തുവിടുമോ എന്ന ഭയത്തിലാണ് RSSനെതിരായ സമരത്തെ ഗുണ്ടായിസമെന്ന് ചിത്രീകരിക്കാൻ VD സതീശൻ തയ്യാറാവുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല നേരത്തെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പന് വൈസ് ചാൻസലർ നൽകിയിരുന്നു. ഈ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വിസിയുടെ തീരുമാനം. 24 തിരുവനന്തപുരം.